നമ്മളെല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം മത്തി കൊണ്ടുള്ള ഒരു ഉഷാർ ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണേന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 800 ഗ്രാമോളം ചെറിയ മത്തിയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചെരുകിയത് ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് അളവില് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ എടുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയുള്ളി എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളക്. അപ്പൊ ഞാനിത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 വരെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതാണ്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് എല്ലാം ഞാൻ കുറേശ്ശെ ഇടികളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കുവാണ്. ഇനി ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റാം. പിന്നെ ഇതുപോലെ ഇടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം പുളിയുള്ള മാങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുളിക്കനുസരിച്ചിട്ട് ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി. കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് പതുക്കെ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന ഒരു വെള്ളം കൊണ്ട് മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. അപ്പൊ ഇത് നമുക്കൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഇതിങ്ങനെ ഇരുന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പരന്ന തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിഭാഗം ഇളക്കി കൊടുക്കാനും മറക്കരുത്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പൊ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരുപാട് വെള്ളം മത്തിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ പതുക്കെ ഇരുന്നൊന്ന് വറ്റി വരട്ടെ. ഇടയ്ക്ക് നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. അധികം അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി ആ വെള്ളവും കാര്യങ്ങളും കൂടി ഒന്നുകൂടിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇതിനിടയിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലകൾ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ആ ഒരു ചൂടിലിരുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ വീണ്ടും അങ്ങ് പറ്റിപ്പോകും. ഇരുന്നൊന്ന് ആറി തണുത്ത് വരുമ്പോഴേക്കും വെള്ളമൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് വറ്റിയ പാകത്തിലാകും. അപ്പൊ ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ രീതിയിലുള്ള മത്തി പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നാടൻ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.